സഖാവ് NK പ്രേമചന്ദ്രൻ. ഏതേലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, സഖാവ് VS എന്ന രണ്ടക്ഷരം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ, സാമൂഹ്യ ഘടനയിൽ വരുത്തിയിട്ടുള്ള സ്വാധീനം എത്രമാത്രം വലുതാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം കഴിഞ്ഞ 3 ദിവസമായി രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചത്. എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരായ എല്ലാ നേതാക്കളും സൂചിപ്പിച്ചതുപോലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ അവകാശ സമരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പോരാട്ടത്തിലൂടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന്, ചേറിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പൊതുജീവിതം, രാഷ്ട്രീയ ജീവിതം ഏറ്റവും ഒടുവിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ, ഇടതു ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന കാലഘട്ടത്തിൽ, പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ പരിസ്ഥിതിയുടെ പരിരക്ഷയ്ക്കും വിവരസാങ്കേതിക വിദ്യയും ജനിതകമായിട്ടുള്ള കൃഷി അടക്കമുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ സംബന്ധിച്ചും ആഴത്തിൽ പഠിക്കുകയും വിലയിരുത്തുകയും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ഭരണകർത്താവ് കൂടിയായി അദ്ദേഹം മാറി എന്നുള്ളത് ഏറ്റവും വലിയ ചരിത്രമാണ്. താൻ പ്രതിപക്ഷ നേതാവായിരുന്ന VS ഞങ്ങളെ നെഞ്ചിലെ റോസാപ്പൂവേ, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് തുടങ്ങുന്ന മുദ്രാവാക്യം ഉയരുന്നു. VS ഇനി ചരിത്രം. മുദ്രാവാക്യം വിളികളുടെയും തോരാ മഴയുടെയും അകമ്പടിയോടെ കേരള രാഷ്ട്രീയത്തിലെ അതുല്യ പോരാളി മടങ്ങിയിരിക്കുന്നു. വിപ്ലവ മണ്ണിൽ ഇനി അന്ത്യവിശ്രമം. പുനപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വിപ്ലവ ഭൂമിയിൽ ഇനി VS അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇടമുറിയാത്ത മുദ്രാവാക്യം, ആ മുദ്രാവാക്യ വിളികളോടെയും കണ്ണീരോടെയും ആയിരങ്ങളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അനുശോചന സമ്മേളനം, വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കൾ സംസാരിക്കുകയായിരുന്നു. V ഗോവിന്ദൻ മാസ്റ്റർ, MA ബേബി, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, S രാമചന്ദ്രൻ പിള്ള, NK പ്രേമചന്ദ്രൻ തുടങ്ങിയ ആളുകൾ വേദിയിൽ സന്നിഹിതരാണ്. അനുശോചന സമ്മേളനം പുരോഗമിക്കുന്നു. തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്?